അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിയാകണേ. ശേഷം അല്ലാഹു പറയുകയാണ്, 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ എന്നാ നിങ്ങളാ മഗ്ഫിറത്തിലേക്കും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിയാകുന്നവരാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിയാകുന്നവരാ. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയാകുന്നവരാ. ഏതാണ് 5 കാര്യങ്ങളെന്നല്ലേ? ഒന്നാമതായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷത്തിലും സന്താപത്തിലും ക്ഷാമത്തിലും ക്ഷേമത്തിലും ലാഭത്തിലും നട്ടത്തിലുമല്ല നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യണേ മുസ്ലിമേ. പണം വന്ന് കൂടുമ്പോൾ അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്താ പോരാ. പണം വന്ന് കുമിയുമ്പോൾ ആളുകളെ സഹായിച്ചാൽ പോരാ. ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കുടിക്കുമ്പോഴും നിങ്ങളെ ഉള്ളത് നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കല. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിന്റെ ആഹ്വാനമാണ്, അല്ലാഹുവിന്റെ ശക്തമായ താക്കീതാണ്, നിർദ്ദേശമാണ്. അല്ലാഹു നമ്മളോട് പറയുന്നത് എപ്പോഴും ധർമ്മം ചെയ്യാനാണ്. മുസ്ലിം ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന കാസർഗോഡ് ജില്ലക്കാരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴാണ് നമ്മൾ ദാനധർമ്മം ചെയ്യേണ്ടത്? അല്ലാഹു നമുക്ക് സമ്പത്ത് ധാരാളം തരുമ്പോഴല്ല, സാമ്പത്തികമായി പ്രാരാബ്ദം നിൽക്കുമ്പോഴും ഉള്ളതുപോലെ കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നല്ല ലാഭം നേടുമ്പോഴല്ല കൊടുക്കേണ്ടത്, നഷ്ടം വരുമ്പോഴും കൊടുക്കലാണ്. നിന്റെ ക്ഷാമഘട്ടത്തിലും ക്ഷേമഘട്ടത്തിലും നീ ധർമ്മം ചെയ്യലാണ്. നിന്റെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ അതിനനുസരിച്ച് നീ ചെലവ് ചെയ്യലാണ് മുസ്ലിമേ വേണ്ടത്. ഇവിടെ കുറെ ആളുകളുണ്ട്, എങ്ങനെയാ സമ്പത്ത് ചെലവഴിക്കുന്നതെന്നറിയോ? കുറെ ആളുകൾ അങ്ങനെയാണ്, സാമ്പത്തികമായി വലിയ ലാഭങ്ങൾ വരുമ്പോ ഒന്നും ചെലവ് ചെയ്യൂല. അല്ലാഹു സമ്പൽ സമൃദ്ധി കൊടുക്കുമ്പോ ഒരു നയാ പൈസ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ കൊടുക്കൂല, പള്ളിക്ക് വേണ്ടി കൊടുക്കൂല, മക്കാമിന് വേണ്ടി കൊടുക്കൂല, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കൂല, കോളേജിന് വേണ്ടി കൊടുക്കൂല. എന്നാൽ അല്ലാഹു അവന് ഏതെങ്കിലും ഒരു പ്രയാസം കൊടുത്തു നോക്കട്ടെ, അല്ലാഹു അവന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം കൊടുക്കട്ടെ, അല്ലാഹു അവന്റെ സാമ്പത്തികമായ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പിന്നോക്കമല്ല നിർത്തട്ടെ, അല്ലാഹു അവനൊരു സങ്കടം കൊടുക്കട്ടെ. ആ സമയത്ത് അവന് ഓടി വരും പള്ളിയിൽ 1001 രൂപ, 501 രൂപ പാവപ്പെട്ടവന് വീട് വെക്കാൻ 5000 രൂപ, പുരമേഞ്ഞു കൊടുക്കാൻ 2000 രൂപ, പെണ്ണിനെ കെട്ടിക്കാൻ 10000 രൂപ. ആളുകൾക്ക് ദാനധർമ്മം ചെയ്യുന്നത് എപ്പോഴാണ്? അവൻ ഏതെങ്കിലും ഒരു സങ്കടം വരുമ്പോഴാണ്, അവന് ഏതെങ്കിലും ഒരു നട്ടം വരുമ്പോഴാണ്. അല്ലാഹു അവന് ലാഭം കൊടുത്തപ്പോ, അല്ലാഹു അവന് ക്ഷേമം കൊടുത്തപ്പോ, അല്ലാഹു അവന് സുഖം കൊടുത്തപ്പോ, അല്ലാഹു അവന് സന്തോഷം കൊടുത്തപ്പോ, അല്ലാഹു അവന് ആനന്ദം കൊടുത്തപ്പോ, അവന് ജീവിതത്തിൽ സന്തോഷത്തിന്റെ രഥത്തിലേറി സഞ്ചരിച്ചവനാ, സർവ്വതും മറന്നവനാണ്. പക്ഷേ അവനൊരു ആപത്ത് വരുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നവരല്ലേ നമ്മളിൽ പലരും. സഹോദരങ്ങളെ, എന്നാ ചില ആളുകളെ നേരെ തിരിച്ചാണ്. അവര് ഉള്ളപ്പോ അനുസരിച്ച് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. പണം ഉള്ളപ്പോ എല്ലാ കാര്യങ്ങൾക്കും പണം ചെലവഴിക്കുന്നവനാണ്. പെണ്ണിനെ കെട്ടിക്കാനും മഖാമുറൂസിനും പള്ളിക്ക് വേണ്ടിയും എല്ലാത്തിനും കൊടുക്കുന്നതാണ്. പക്ഷെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കച്ചവടത്തിൽ നട്ടം വന്നു പോയാൽ ആ സമയത്ത് അവൻ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം കാരണത്താൽ പിന്നീട് അവന് ലാഭമുണ്ടായാലും അവന് കൊടുക്കൂല. കാരണം അവന് ചിന്തിക്കുന്നത്, എന്റെ ഈ ജീവിതത്തിൽ നിന്ന് അല്പ സാമ്പത്തികമായി ഗ്രാഫ് താണു പോയപ്പോൾ അന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടതാണ്, അന്ന് എനിക്ക് വല്ലാത്ത അവസ്ഥ മോശമായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോ പണം വന്നാലും കൊടുക്കൂലെന്ന് തീരുമാനിക്കുന്നവരാ. സഹോദരങ്ങളെ, അങ്ങനെ പോരാ. അല്ലാഹു ആർക്കാ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും ധൃതിയാകാനുള്ള 5 വഴികളിൽ ഒന്നാമത്തെ വഴിയല്ല പറയുകയാണ്, യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. നിങ്ങളുടെ ക്ഷേമ ഘട്ടങ്ങളിൽ നിങ്ങൾ ചെലവ് ചെയ്യലാണ്, ലാഭനട്ട സമയത്ത് നിങ്ങൾ ചെലവ് ചെയ്യലാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്? ആരാണ് ഉമർ എന്നല്ലേ? ആരാണ് ഉമർ എന്നല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇന്നും ഇന്ത്യ രാജ്യത്തെ
ചർച്ച ചെയ്യപ്പെടുന്ന ഭരണാധികാരി ഉമറുൽ ഫാറൂഖ്. ലോകം മുഴുവന് ചർച്ച ചെയ്യപ്പെടുന്ന ഭരണാധികാരി അത് ഉമറുൽ ഫാറൂഖ് ആണ്. ഹിറ്റ്ലർ അല്ല, മുസോളിനി അല്ല, പിന്നെ ആരാ? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും രണ്ട് ഭൗതിക സാമ്രാജ്യത്തിന്റെയും അധിപനായി വാണരുളിയ, ലോകത്ത് മുഴുവൻ ഭരണാധികാരികളും വിറച്ചുപോയ, കിസ്റ പനിച്ചുപോയ, കൈസർ വിറച്ചുപോയ, ഇബ്ലീസ് പോലും ഭയപ്പെട്ടു പോകുന്ന, ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഓരോ സംസ്ഥാനത്ത് ഓരോ ഗവർണർമാർ നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ ഒരു ഗവർണറായി ഒരു സ്ഥലത്ത് നിശ്ചയിച്ചിരുന്ന ആളാണ് സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഉമൈർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഇനി സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനം വേണ്ട. ഞാൻ ഇനി സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനം അലങ്കരിക്കുന്നില്ല. എനിക്ക് വേണ്ടത് മദീനത്തെ ഹബീബിന്റെ റൗളയുടെ തൊട്ടു മുമ്പിലെ വീട്ടിലെ താമസമാണ്. എന്റെ ഹബീബിന്റെ റൗള കണ്ടുകൊണ്ട് കിടക്കാമല്ലോ. എന്റെ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ മുകളിലൂടെ മന്ദമാരുടൻ തഴുകി തലോടി വരുമ്പോ അതെന്റെ ജീവിതത്തിൽ വലിയ കുളിര് പകരുന്നതാണ് അമീറുൽ മുഅ്മിനീൻ. എനിക്ക് എന്റെ ഹബീബിന്റെ റൗളയുടെ മുകളിൽ നിന്ന് ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ ആ ഒരു ശീതളിമ എന്റെ ജീവിതത്തിൽ കോൾമയിൽ കൊള്ളിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇനി മദീനത്ത് കിടന്നാ മതി, എന്റെ മരണം മദീനത്ത് വെച്ചാകണമെന്ന് കൊതിക്കുകയാ. അതുകൊണ്ട് എന്റെ ഹബീബിന്റെ കൺവട്ടത്ത് കിടക്കാൻ എന്നെ അനുവദിക്കണേ അമീറുൽ മുഅ്മിനീൻ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അഭിലാഷ സാധിപ്പിച്ചു കൊടുക്കുകയാ. ആ സ്റ്റേറ്റിൽ വേറെ ഒരു ഗവർണറെ വെച്ചു. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ട് മുമ്പിൽ റൗള ശരീഫിന്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം താമസമാക്കുകയാ. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം ഒരു ഗവർണർ സ്ഥാനം കിട്ടിയിട്ടും ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ അഭിനിവേശത്തിന്റെ പാലാടി ഒഴുക്കിയപ്പോ ആ മനുഷ്യനെ ഒന്ന് പരിശോധിക്കാൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ തീരുമാനമെടുക്കുകയാ. ഒരു പട്ടാളക്കാരനെ വിളിച്ചു. അയാളുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്തിട്ട് പറഞ്ഞു, നീ 3 ദിവസം ഉമൈറിന്റെ വീട്ടിലെ അതിഥിയായി താമസിക്കുക. ആ കാലയളവിൽ ഉമൈറിന്റെ ഓരോ ചലനങ്ങളും നീ പഠിക്കുക. അദ്ദേഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണെന്ന് കണ്ടാൽ 3-ാം ദിവസം നീ എന്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് ആ പണക്കിഴി അദ്ദേഹത്തെ ഏൽപ്പിക്കണേ. അങ്ങനെ പണക്കിഴി സമ്മാനിച്ചു കൊണ്ടൊരു പട്ടാളക്കാരനെ നിയമിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കളിൽ പ്രധാനിയായ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആ പട്ടാളക്കാരനായ സഹാബി 3 ദിവസം താമസിച്ചു. എന്താ കഴിക്കാൻ കൊടുത്തതെന്നറിയോ? ഒരു അതിഥിയെ ബഹുമാനിക്കണ്ടേ, ഒരു അതിഥിയെ സ്നേഹിക്കണ്ടേ, ആ അതിഥിക്ക് രുചികരമായ ഭക്ഷണങ്ങൾ കൊടുക്കണ്ടേ. അത് 3 ദിവസമാണ് ആതിഥേയ മര്യാദ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. 4-ാം ദിവസം മുതൽ ആതിഥേയ മര്യാദ വേണ്ട. പിന്നെ നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ കൊടുത്തോ. അതിഥി സൽക്കാരം എന്ന ഇബാദത്ത് 3 ദിവസം മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, 3 ദിവസവും അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുത്തത് അല്ലാഹു കൊടുത്ത അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ആ അവസ്ഥയിൽ നിന്ന് ഒരു റൊട്ടി കഷണം മാത്രമാണ് കഴിക്കാൻ കൊടുത്തത്. ഒരു റൊട്ടി കഷണം മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം 3 ദിവസം പിന്നിടുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ആ മനുഷ്യൻ ഓരോ റൊട്ടി കഷണങ്ങൾ കഴിച്ച് 3 ദിവസം പിന്നിട്ടു. ആ സമയത്ത് എന്താ സംഭവിച്ചത്? തൊട്ടയൽവാസിയായ മനുഷ്യൻ വന്ന് ഈ ഉമൈർ തങ്ങളുടെ വീട്ടിൽ വന്ന പട്ടാളക്കാരനോട് പറഞ്ഞതെന്തെന്നറിയോ? പടച്ചവനെ തന്നെയാണ് സത്യം, നാളെ മുതൽ അവിടെ നീ താമസിക്കല്ലേ. എന്തുകൊണ്ടാ കാര്യം ചോദിച്ചു. ആ സമയത്താണ് അയൽവാസി പറഞ്ഞത്, 3 ദിവസം കൊണ്ട് ആ മനുഷ്യൻ നിനക്ക് തരുന്ന റൊട്ടിയുടെ കഥ നിനക്കറിയുമോ? ആ മനുഷ്യന് പട്ടിണിയിലാണ്. ഉമൈർ തങ്ങളുടെ വീട് പട്ടിണിയിലാണ്. ആകെ ആ വീട്ടിൽ കഴിക്കാനുള്ളത് ഒരേ ഒരു റൊട്ടി കഷണം മാത്രമാണ്.
ആ റൊട്ടിക്കസനം നിനക്ക് തന്നതിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും 3 ദിവസമായി പട്ടിണിയാ. സുബ്ഹാനല്ലാഹ്. കൊട്ടാര സമാനമായ വീട് വെക്കുന്ന കാസർഗോഡുകാരോട് പറഞ്ഞാ മനസ്സിലാകുവോ? എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന സൗഭാഗ്യങ്ങൾ എത്ര വലുതാണ് മുസ്ലിം ചെറുപ്പക്കാരാ. നാളെ ചെന്ന് കിടക്കണ്ട പൊണ്ണുമോനെ കബറിനകത്ത്, നാളെ ചെന്ന് കിടക്കണ്ടേ കബറിനകത്ത്. കബറിൽ ആദ്യ രാത്രി എന്ന വിഷയം ഞാൻ അവസാനം 10 മിനിറ്റ് നിങ്ങളോട് പറയാ. ആ കബറിലേക്ക് ഞാനും നിങ്ങൾ ചെന്ന് കിടക്കേണ്ടവരാണ്. എന്റെയും നിങ്ങളുടെയും വീട്ടിനകത്ത് കയറിയാൽ ഒരു പുരുഷായുസ് നമ്മൾ മരിക്കില്ല, ഒരു 100 നൂറ്റാണ്ട് നമ്മൾ മരിക്കില്ല, ഒരു സഹസ്രാബ്ദം നമ്മൾ മരിക്കില്ലെന്ന് തോന്നിപ്പിക്കുന്ന എത്ര വലിയ കൊട്ടാരങ്ങളാ നമ്മൾ വെച്ചിട്ടിരിക്കുന്നത്. ഇന്നാ സഹോദരങ്ങളെ പഠിച്ചു വെച്ചോ. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറുടെ വീട്ടിലെ കഥയായി പറയുന്നത്. ഭാര്യയ്ക്കും അദ്ദേഹത്തിനും ഓരോ ദിവസം ഓരോ റൊട്ടിയാണ്. ഇവിടത്തെ ഒരു പഞ്ചായത്ത് മെമ്പറായാൽ അവന്റെ വീടിനകത്ത് നടക്കുന്ന സുഗലോലുപത വിവരണാതീതമാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്ന മനുഷ്യന്റെ വീട്ടില് ഒരേ ഒരു റൊട്ടി കഷണം ഒരു ദിവസം ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം. അത് 3 ദിവസം അതിഥി വന്നപ്പോൾ ആ 3 ദിവസവും അവര് പട്ടിണി കിടന്നിട്ട് അതിഥിക്ക് ഓരോ റൊട്ടി കൊടുക്കുകയാ. സങ്കടപ്പെട്ടുകൊണ്ട് പട്ടാളക്കാരൻ ആ പണക്കിടി ഉമൈർ തങ്ങളുടെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുക്കുകയാ. ആ സമയത്തെ ഉമൈർ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്ക് ദുനിയാവിനോട് ഇഷ്ടമില്ല, എനിക്ക് ദുനിയാവിനോട് കമ്പമില്ല, എനിക്കിതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോ അടുക്കളയിൽ നിന്നുകൊണ്ട് ഭാര്യ പറഞ്ഞത് എന്തെന്നറിയോ? പ്രിയപ്പെട്ടവനെ, അമീറുൽ മുഅ്മിനീൻ നമുക്കായി തന്നതല്ലേ, അത് നമുക്ക് വേറെ ചില കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനുണ്ട്, വാങ്ങിക്കോളൂ. ഭാര്യ പറഞ്ഞതല്ലേ, ഭർത്താവ് പണക്കിടി വാങ്ങുകയാ. പട്ടാളക്കാരൻ കൊട്ടാരത്തിൽ വന്ന ഉമർ തങ്ങളോട് കാര്യം പറഞ്ഞു. ആ പണം എന്താ ചെയ്തതെന്നറിയാൻ 3 ദിവസം കഴിഞ്ഞിട്ട് ഉമർ തങ്ങളെ കൊട്ടാരത്തിൽ വിളിപ്പിച്ചു. എന്നിട്ട് മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഉമൈർ തങ്ങളോട്, സംസ്ഥാനത്തിന്റെ മുൻ ഗവർണറോട് ചോദിച്ചത് എന്തെന്നറിയോ? ആ പണം നീ എന്താ ചെയ്തത്? ഉമർ തങ്ങളോട് അദ്ദേഹത്തിന്റെ മറുപടി ചങ്കൂറ്റത്തോടുള്ള മറുപടിയാ. ഏറ്റവും വലിയ ഭരണാധികാരിയുടെ മുമ്പിൽ ഒരിക്കലും മുട്ടുപറക്കാതെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കാതെ തന്റെ ഇടത്തോടെ മറുപടി പറഞ്ഞത് എന്തെന്നറിയോ? തന്നത് എനിക്കല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്? എനിക്ക് നിങ്ങൾ തന്ന സമ്പത്തിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാൻ പിന്നെ അവകാശമില്ലല്ലോ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് അറിയണം, അത് എന്ത് ചെയ്തു എന്ന് പറയാൻ പറഞ്ഞു. ആ സമയത്താണ് ഉമൈർ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന് വേണ്ടിയിട്ട് നാളെ ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാ. ഏതാണ് ആ ദിവസം? യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സന്താനങ്ങളെ സമ്പാദ്യം ഉപകരിക്കാത്തൊരു ദിവസമുണ്ടല്ലോ, ആ ദിവസം എനിക്ക് ഉപകരിക്കാ, ഭാവിയുടെ ഭാസുരതയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാ എന്ന് പറഞ്ഞ സമ്പത്ത് ഞാൻ പണക്കിഴികളെ ചെറിയ ചെറിയ പണക്കെട്ടുകളാക്കിയിട്ട് പാവങ്ങൾക്ക് കൊടുത്തു എന്നാണ്. ഉമർ തങ്ങളുടെ കണ്ണുകൾ സജലങ്ങളായി ആ കവിളണയിലൂടെ അനിയന്ത്രിതമായി കണ്ണുനീര് ചാലിട്ടൊഴുകാൻ തുടങ്ങി. ഉമർ തങ്ങൾ പട്ടാളക്കാരോട് നിർദ്ദേശം കൊടുത്തു, 2 ഒട്ടകങ്ങളെ പിടിച്ചവിടെ നിർത്തി. ഒരൊട്ടകം നിറച്ച് ഭക്ഷണമാണ്, ഒരൊട്ടകം നിറച്ച് വസ്ത്രമാണ്. ഇത് 2 ഉമൈർ തങ്ങളോട് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ സയ്യിദുനാ ഉമൈർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഈ ഭക്ഷണം ഇരിക്കുന്ന ഒട്ടകത്തിൽ നിന്ന് ഒരു ഗോതമ്പ് പോലും എനിക്ക് വേണ്ട, കാരണം ഇന്ന് എനിക്ക് കഴിക്കാൻ എന്റെ വീട്ടിൽ ഗോതമ്പുണ്ട്. നാളെ നേരം വെളുക്കുമ്പോ അല്ലാഹു എനിക്ക് കൊണ്ട് തരുമെന്ന വിശ്വാസവും എനിക്കുണ്ട്. പിന്നെ ആ 2ാമത്തെ ഒട്ടകത്തിൽ നിന്ന് ഒരു തുണി ഞാൻ ഇങ്ങെടുക്കുകയാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഉമൈർ തങ്ങൾ പറയാണ്, എന്റെ ഭാര്യയുടെ വസ്ത്രത്തിന്റെ അവസാനത്തെ നൂലും പൊട്ടിയിരിക്കുകയാ, അതെല്ലാം ദ്രവിച്ച് നരച്ച് അതിന്റെ കളറെല്ലാം മങ്ങിയിട്ട് ആ തുണി പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തുണി എന്റെ ഭാര്യയ്ക്ക് വേണമെന്ന് പറഞ്ഞ് 2 ഒട്ടകം നിറച്ച് ഭക്ഷണത്തിന്റെയും ധാന്യത്തിന്റെയും വസ്ത്രത്തിന്റെയും ശേഖരം കൊടുത്തപ്പോ അതിൽ നിന്ന് ഒരു തുണി മാത്രം എടുത്തിട്ട് കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് ഇറങ്ങിപ്പോയ ഭരണാധികാരിയുടെ
കാരണങ്ങളുടെ പേരാണ് ഉമൈർ. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? അവര് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലെത്തിയപ്പോൾ പോലും, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ചപ്പോ പോലും അള്ളാന്റെ മാർഗത്തിൽ കിട്ടിയ ധനത്തെ ചെലവഴിക്കാനുള്ള മനസ്സ് കാണിച്ചവരാ. അവർക്കാണ് മുസ്ലിമേ അല്ല സ്വർഗം വെച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിലാണ്, ആ സ്വർഗത്തിലേക്കാണ് കീഴൂരുകാരാ നിന്നോട് ധൃതിയാകാൻ വേണ്ടി അല്ല പറഞ്ഞത്. അല്ലാഹു ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർക്ക് കരുതി വെച്ചിട്ടുള്ള സ്വർഗമുണ്ടല്ലോ, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അള്ളാന്റെ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് കീഴൂരുകാരാ, കാസർഗോഡ് ജില്ലക്കാരാ, ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ധൃതിയാകണമെന്ന് അല്ലാഹു പറഞ്ഞത് ഉമൈർ തങ്ങൾക്ക് കരുതി വെച്ച സ്വർഗത്തിലേക്കാണ്. അത് ധൃതിപ്പെടാൻ ആദ്യത്തെ വഴി അള്ളാന്റെ മാർഗത്തിൽ ക്ഷാമക്ഷേമ സന്തോഷ സന്താപ ലാഭ നഷ്ട സമയങ്ങളിൽ നിങ്ങൾ ചെലവ് ചെയ്യലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ളപ്പം മാത്രം കൊടുത്താ പോരാ, ഉള്ളപ്പോ 10,000 കൊടുത്തെങ്കിൽ ഇല്ലാത്തപ്പോ 1000 കൊടുക്കണം. 1000 ഇല്ലേ? 100 ഉണ്ടോ? കൊടുക്ക്. അതുമില്ല. അതിന്ന് താഴെ വന്നിരിക്കാൻ 10 രൂപ ഉണ്ടോ? അതുമില്ല. എന്നാ കെലിമത്തുൻ ത്വയ്യിബ, നല്ലൊരു വാക്കുണ്ടോ? നല്ലൊരു വാക്ക് ഖുർആൻ പറഞ്ഞതാണ്. കെലിമത്തുൻ ത്വയ്യിബ, നല്ലൊരു വാക്ക് എന്ന് പറഞ്ഞാൽ സഹോദര ഒന്നുമില്ലല്ലോ, ഞാനിപ്പോ എന്താ ചെയ്യാ? തരണോന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരറിയാതെ പറയും, നിങ്ങൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ജനനിബിഡമായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നടന്നു പോകുന്ന വഴിയിലൂടെ ടോൾസ്റ്റോയ് നടന്നുപോയി. ആ സമയത്താണ് ടോൾസ്റ്റോയിയുടെ സൂട്ടും കോട്ടും ധരിച്ച ശരീരത്തിന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ടവന്റെ ഭിക്ഷാപാത്രം നീണ്ടുവരുന്നു. ടോൾസ്റ്റോയി 4 ഭാഗത്തും ഒന്ന് തടകി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ലല്ലോ സഹോദര ഒന്നും തരാൻ. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ടോൾസ്റ്റോയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭിക്ഷക്കാരൻ പറഞ്ഞത്, ഇനി ഞാൻ ഒരിക്കലും ഭിക്ഷാടനം നടത്തൂല എന്നാണ്. എന്താ കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഏ സഹോദര എന്ന് വിളിച്ചല്ലോ, ആ ഒരു വാക്ക് ഇന്നേ വരെ ഒരുത്തനും എന്റെ മുഖത്ത് നോക്കി വിളിച്ചിട്ടില്ല. ആ ഒരു വാക്ക് മതി എനിക്കൊരു പുരുഷായുസ്, വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞ ആ ഭിക്ഷാടനം നടത്തിയ ഭിക്ഷക്കാരന്റെ വാക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് കടമെടുത്തു പറയാൻ. സഹോദര എന്നൊന്ന് വിളിച്ചിട്ട് ഒന്നും ഇല്ലെന്ന് പറയാനുള്ള മനസ്സുണ്ടല്ലോ നമുക്ക്, അതുമതി. അതുമതി. പാവപ്പെട്ടവനോടുള്ള വെറുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മളെപ്പോലെ ഇന്നലകളിൽ നമ്മളെപ്പോലെ ജീവിച്ചവനാകാം, അല്ലെങ്കിൽ നാളെ നമ്മളെപ്പോലെ ജീവിക്കേണ്ടവനാകാം, ഇന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവനാകാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെലവ് ചെയ്യേണ്ടത് ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ചെലവ് ചെയ്തെങ്കിലേ റബ്ബിന്റെ സ്വർഗം കിട്ടൂ. അല്ലാതെ പാവപ്പെട്ടവനെ കാണുമ്പോൾ അവനോട് വെറുപ്പും അറപ്പും പുച്ഛവും തോന്നിയിട്ട് പള്ളിയിൽ വന്ന് ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്ത റമളാനിലല്ല പൊന്നുമക്കളെ, ഏത് മാസത്തിലാണെങ്കിലും കീഴൂര് പള്ളിയിലല്ല, സാക്ഷാൽ കഅബാലയത്തിനകത്ത് ഇബാദത്തെടുത്താലും പാവപ്പെട്ടവന്റെ വിശപ്പറിയാതെ, പാവപ്പെട്ടവന്റെ വേദന അറിയാതെ, പാവപ്പെട്ടവന്റെ നൊമ്പരറിയാതെ ഇബാദത്തെടുത്തത് കൊണ്ട് അല്ലാഹു നമുക്ക് സ്വർഗം തരില്ല. ഉറപ്പാണ്. ഉഇദ്ദത്തിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. കഴിയുന്നത് പോലെ കൊടുക്ക്. ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കൂല. പ്രത്യേകിച്ച് സാമ്പത്തിക മാന്ദ്യമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മൊത്തം സാമ്പത്തിക മാന്ദ്യമാണ്. പണത്തിനൊരു വിലയുമില്ല. പണത്തിനൊരു വിലയുമില്ല. 2000ന്റെ നോട്ടെടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ 10 മിനിറ്റ് മതി, അത് തീർന്നു. അള്ളാഹു ബറക്കത്ത് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് ദാനധർമ്മം ചെയ്യേണ്ടത് പണം ഉള്ളപ്പോഴും മാത്രമല്ല, പണം ഇല്ലാത്തപ്പോഴും ചെയ്യണം. അതെങ്ങനെ ചെയ്യും? ഉള്ളത് കൊടുക്ക്. ഇനി ഒന്നുമില്ല, നല്ലൊരു വാക്കെങ്കിലും പറ. ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കുമുള്ള വഴികൾ ഒന്ന് തുറന്ന്. ഇനി 4 വഴികളുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമതായി അല്ല പറയുകയാണ്, വൽ കാളിമീനൽ ഗൈൽ വൽ കാളിമീനൽ ഗൈള. അല്ലാഹു
അല്ലാഹുവിന്റെ പുണ്യ സ്വർഗ്ഗത്തിലേക്കുള്ള വഴികളിൽ രണ്ടാമത്തെ വഴി ഏതെന്നറിയോ സഹോദരങ്ങളെ? അല്ല പറയുകയാണ് ഇത് ഞാൻ പറയുന്ന എന്റെ ചെറുപ്പക്കാരോട് കൂടിയിട്ടാണ്. എന്താണെന്നറിയോ? നിസാര പ്രശ്നം മതി. ഇപ്പൊ കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് ഒരു വാനില് കുറെ ആളുകൾ വന്നു. ഒരു 2 വീലറിൽ പോകുന്ന 2 പേരെ ഇടിച്ചു മറിച്ചിട്ടു. എന്നിട്ട് ഇറങ്ങി വെട്ടിക്കൊന്നങ്ങ് പോയി. എന്തൊരു മനുഷ്യനൊരു വിലയില്ലാത്ത ലോകം. എന്താ കാര്യം? എല്ലാവർക്കും ഒരുതരം മാനസിക രോഗമാണ്. ഒരുതരം മാനസിക രോഗമാണ് ഇപ്പൊ എല്ലാവർക്കും. ഏത് മാനസിക രോഗം? അൽ ഖലബു അവ്വലുഹു ജുനൂനുൻ വആഖിറുഹു നദം. കോപം എന്ന് പറയുന്നത് ആദ്യം ഒരുതരം ഭ്രാന്തും പിന്നീട് ഖേദവുമാണ്. അല്ലേ? ആദ്യം വല്ലാത്തൊരു ദേഷ്യമാണ്, ശരീരത്തിൽ വല്ലാത്ത ഒരു വികാരമാണ്. അപ്പോഴാണ് സ്വന്തം മക്കളെ പോലും എടുത്ത് ചുമരിലടിച്ച് കൊല്ലുന്നത്. അങ്ങനത്തെ കാലമല്ലേ? എന്തൊരു മൃഗങ്ങളാ മനുഷ്യരെന്ന് പറയാൻ എന്നെ നിങ്ങളെ പറ്റുമോ സഹോദരങ്ങളെ? മുമ്പൊക്കെ മക്കളായാ പോകൂല, മക്കളാവുന്നതിന് മുമ്പ് ഒളിച്ചോടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ മക്കളായാൽ ഒളിച്ചോടാൻ തുടങ്ങി. മക്കളെയൊക്കെ പുതിയാപ്പളയുടെ കയ്യിൽ ഏൽപ്പിച്ച്, ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒളിച്ചോടുമായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് മക്കളെ ഏതെങ്കിലും വീടുകളിലാക്കിയിട്ട് ഓടുമായിരുന്നു. അതും മാറി. ഇപ്പൊ പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ ഒരു സാഹചര്യമാണ്. മക്കളെ കൊന്നിട്ട് പോവുക. ചുമരിലടിച്ചായിരുന്നാലും, വെള്ളത്തിലെറിഞ്ഞാണെങ്കിലും, ചുരിദാറിന്റെ ഷോൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചിട്ടാണെങ്കിലും ഒരു മൃഗതുല്യമായ പൈശാചികമായ സമീപനം നടത്തിയിട്ട് കണ്ണി കണ്ടവന്റെ കൂടെ കാമം തീർക്കാൻ ഒളിച്ചോടുന്ന ഈ കാലഘട്ടത്തിന്റെ എത്ര മോശപ്പെട്ട പെണ്ണുങ്ങളാണ് അവസാനം ഒരു ഗതിയുമില്ലാതെ ജീവിതത്തില് കുടുംബവും സമൂഹത്തിന്റെ നിലയും വിലയും നഷ്ടപ്പെട്ട് മാനസിക രോഗികളായി തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന എത്ര പെണ്ണുങ്ങളെയാ നമ്മൾ കാണുന്നത്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ അതിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഏതൊരു പെണ്ണിനോട് പറഞ്ഞാലും പറയും അതൊക്കെ അങ്ങനെ തന്നെ ഉസ്താദെ, പക്ഷെ എന്റെ ബോയ് ഫ്രണ്ട് അങ്ങനല്ല. ഇടി നിനക്ക് മുമ്പ് ഇതേപോലെ തെരുവിലരഞ്ഞ പെണ്ണും പറഞ്ഞ വാക്കിതാണ്, എന്റെ ബോയ് ഫ്രണ്ട് അങ്ങനല്ലാന്ന്. പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ തേച്ചിട്ട് പോകുന്ന സ്വഭാവം, ആണുങ്ങളാണെങ്കിൽ പിന്നെ വഴിയിലാക്കിയിട്ട് പോകുന്ന സ്വഭാവം. ഇതൊക്കെ അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങൾക്ക് അവളെ കയ്യിലെ സ്വർണ്ണാഭരണം എടുത്ത്, അതുപോലെ തന്നെ അവളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈക്കോല് ചണ്ടി പോലെ എടുത്തങ്ങെറിയാം. അവള് പിന്നെ തെരുവ് വേശ്യയായി മാറുന്നു. ഞാൻ പറയുന്നത് സഭ്യതയില്ലാത്ത വാക്കാണെന്ന് ആർക്കും തോന്നരുത്. കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായി പറയുന്നത്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൽ കാളിമീനൽ ഗൈള രണ്ടാമതായി ഖുർആൻ പറഞ്ഞു ദേഷ്യമടക്കലാണ്. ആർക്കാണ് കോപം വരാത്തത്? മനുഷ്യ സഹജമാണ് ദേഷ്യം വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു ദേഷ്യമില്ലാതിരിക്കുക എന്ന് പറയാത്തത്. ശ്രദ്ധിച്ചോ? അല്ല പറഞ്ഞത് എന്താണ്? ദേഷ്യമില്ലാത്തവന് സ്വർഗം കൊടുക്കാമെന്നല്ല. പിന്നെ അല്ല പറഞ്ഞത് ദേഷ്യം അടക്കുന്നവനാണ്, ദേഷ്യം വിഴുങ്ങുന്നവനാണ്. ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്കയ്ക്കും പിന്നെ മധുരയ്ക്കുന്നതാ. നമുക്ക് ആദ്യം വലിയ പ്രയാസമായിരിക്കും ഒന്ന് ക്ഷമിക്കാൻ. പിന്നീട് നമ്മൾ അത് ക്ഷമിക്കുന്നതോടുകൂടി നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഏതുപോലെ? കാട്ടുനെല്ലിക്ക വായിലിട്ട് ചവയ്ക്കുമ്പോ ആദ്യം വല്ലാത്തൊരു കയ്പാണ്. അത് സഹിച്ച് നമ്മൾ അങ്ങ് കഴിച്ചിറക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വായിൽ ഊറുന്നത് മധുരമല്ലേ? എന്നതുപോലെ തന്നെ ഒരിക്കലും ദേഷ്യപ്പെടാതിരിക്കുന്നവന് സ്വർഗം കൊടുക്കാമെന്നല്ല അല്ല പറഞ്ഞത്. മറിച്ച് വൽ കാളിമീനൽ ഗൈള, മനുഷ്യ സഹജമാണ് ദേഷ്യം. ആർക്കാ ദേഷ്യം വരാത്തത്? എല്ലാവർക്കും ദേഷ്യം വരും. അപ്പൊ ആ ദേഷ്യം അടക്കുന്നവനാണ്. അടക്കാന്ന് ഇവിടെ പറയില്ലേ? ദേഷ്യം വിഴുങ്ങുക അല്ലേ? എങ്ങനെ വിഴുങ്ങണം? നമ്മൾ ആരെങ്കിലും നട റോഡിൽ വെച്ച് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ അടിക്കാൻ ഒരുങ്ങി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ഷമിക്കുകയാണ്. അതെന്തുകൊണ്ടാ? അവനോട് പ്രതികരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ക്ഷമിക്കുമ്പോ നമുക്ക് കൂലി കിട്ടൂല. അത് നമുക്ക് വേറെ കൂലിയാണല്ലോ തരുന്നത്. പീഡിതൻ എന്നുള്ള നിലയിൽ, മർദ്ദിക്കപ്പെടുന്നവൻ എന്നുള്ള നിലയിൽ അള്ളാഹു തരുന്ന കൂലി വേറെയാണ്. പക്ഷെ നമ്മൾ ക്ഷമിക്കേണ്ടത് എപ്പോഴാണ്?
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ആരെങ്കിലും ആ ദേഷ്യമൊന്ന് വിഴുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവന് അതിന് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിരിക്കവേ, തിരിച്ചടിക്കാൻ കഴിവുണ്ടായിരിക്കവേ ഒരുവൻ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ റസൂലുള്ളാഹി പറയുകയാ, നാളെ പരലോകത്ത് ലോകത്തുള്ള മുഴുവനും മനുഷ്യന്റെയും ജിന്നുകളുടെയും സൃഷ്ടികളുടെയും മുമ്പിൽ വെച്ച് അള്ളാഹു അവനെ അവന്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് അവനെല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു കൊടുക്കുമെന്ന. എത്രത്തോളം എന്നറിയോ? ഹത്താ യുഖയ്യറ ഫീ ഐൽ ഹൂരിസാ, അവിടെ നിർത്തിയിരിക്കുന്ന ഹൂറലീങ്ങളായ പെണ്ണുങ്ങളിൽ ഏത് സ്ത്രീയെ വേണമെങ്കിലും നിനക്ക് സന്തോഷത്തോടെ കൈപിടിച്ചു പോകാം എന്ന് പറഞ്ഞാൽ സർവ്വ സ്വാതന്ത്ര്യം അല്ലാഹു നിനക്ക് ഇവിടെ തരികയാ. അവന്റെ മുമ്പിൽ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു മലർക്ക് തുറന്നു തരികയാണ്. ആർക്കാണ് മുസ്ലിമേ അല്ലാഹു ഇത് കൊടുക്കുന്നത്? ഒരു കമ്മിറ്റി കൂടിയപ്പോഴാണ്, ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ്, അതല്ലെങ്കിൽ പാർട്ടിയുടെ വിജയത്തിന്റെ അന്നാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ കളിക്കളത്തിലാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും യാത്രയിലാണ്. നിനക്ക് ദേഷ്യം വന്നപ്പോ ആ ദേഷ്യപ്പെടുന്നവനോട് പ്രതികാരം ചെയ്യാൻ നിനക്ക് കഴിവുണ്ട്. എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ കായിക ശക്തിയും നിന്റെ അടുക്കൽ സ്വായത്തമാണ്. ആ അവസ്ഥയിൽ നീ നിന്റെ പ്രതിയോഗിയോട്, നിന്റെ പ്രതിപക്ഷത്തുള്ളവനോട് ക്ഷമിച്ചു കഴിഞ്ഞാ നിനക്ക് നാളെ പടച്ചവന്റെ മുമ്പിൽ സർവ്വ അനുഗ്രഹങ്ങളെയും മലർക്ക് തുറന്നു തരികയാ. എത്രത്തോളം റസൂലുള്ളാഹി പറഞ്ഞെന്നറിയോ? ഹത്താ യുഖയ്യറഹു ഫീ ഹൈൽ ഹൂരിസാ, അവിടെ നിരത്തിയിരിക്കുന്ന ഹൂറലീങ്ങളിൽ ഏത് സ്ത്രീയുമായിട്ടും നിനക്ക് ശാരീരികമായി പങ്കിടാ, നിനക്ക് ശാരീരികമായി പങ്കുവെക്കാ. ആ ഒരു അവസരം അല്ലാഹു നിനക്ക് തരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് സഹോദരങ്ങളെ ഒരു പൈങ്കിളിയായി കണക്കാക്കാനല്ല, മറിച്ച് അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് തരുമെന്നാണ്. അതുകൊണ്ട് ദേഷ്യമടക്കണേ സഹോദരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ താക്കീതാണ്. ആളുകളുടെ മുമ്പിൽ കടിച്ചീറാൻ വേണ്ടി നിൽക്കുന്ന പുലിയെ പോലെ, സിംഹത്തെ പോലെ, കടുവയെ പോലെ, കാട്ടാനയെ പോലെ, കാട്ടുപോപ്പിനെ പോലെ പെരുമാറുന്നവന് സ്വർഗമില്ല. സ്വർഗമാർക്കാണല്ല കൊടുക്കുക? അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്ന വഴിയിലല്ലേ ഒരു അറാബിയായ മനുഷ്യൻ ഓടിക്കൊണ്ട് വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലൊരു തട്ടം കിടക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലൊരു തട്ടം കിടക്കുകയാണ്. ആ പുതപ്പ്, ആ ഷോള്, ആ തട്ടം പിടിച്ച് അറാബിയായ മനുഷ്യൻ വലിക്കുകയാണ്. എത്രത്തോളം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ അതിന്റെ പാട് വന്നില്ലേ? അതിന്റെ അടയാളം റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ കഴുത്തിൽ വന്നില്ലേ? ഹബീബായ നബി തങ്ങളുടെ ആ തിരുശരീരത്തിൽ അതിന്റെ സ്ക്രാച്ച് വരത്തക്കവണ്ണം അറാബിയായ, കാട്ടറബിയായ, ആദിവാസിയായ മനുഷ്യൻ വന്ന് ആ പുതപ്പ് പിടിച്ചു വലിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം പോലും മുറിഞ്ഞു പോയെങ്കിൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചതെന്താണ്? അല്ലാഹുവിന്റെ ഹബീബേ, എനിക്കൊരു ഉപദേശം തരുവോ? ഒരുപാട് വലിയ പ്രസംഗമൊന്നും നടത്തണ്ട, കാരണം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു ചെറിയ ഉപദേശം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യനോട് റസൂലുള്ളാഹി കൊടുത്ത ഉപദേശം ഏതെന്നറിയോ? നീ നിസ്കരിക്കണമെന്നല്ല, നീ അല്ലാഹുവിനെ ഓർക്കണമെന്നല്ല, നീ നോമ്പ് പിടിക്കണമെന്നല്ല. എന്താ നബി തങ്ങൾ ഒരു ചെറിയ ഉപദേശം ആവശ്യപ്പെട്ടു വന്ന മനുഷ്യന് കൊടുത്തത്? ലാ തഗ്ളബ്, നീ കോപിക്കല്ലേ, കോപിക്കല്ലേ. അയാൾ മടങ്ങിപ്പോയി. മറ്റൊരവസരത്തിൽ വീണ്ടും വന്നിട്ട് ചോദിച്ചു, നബിയെ ഒരു ഉപദേശം തരുവോ? ആ സമയത്താണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ തഗ്ളബ്, നീ കോപിക്കല്ലേ. അവിടെ നിന്ന് പോയി പിന്നീടും വന്നു. ആ സമയത്തും അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത ഉപദേശമേതാ? ലാ തഗ്ളബ്, നീ ദേഷിക്കല്ലേ എന്നാണ്. സഹോദരങ്ങളെ, ദേഷ്യമാണ് എല്ലാത്തിന്റെയും കാരണമെന്നല്ലേ? ഏതൊരു പ്രവർത്തനത്തിന്റെയും കാരണത്തിന്റെ തുടക്കം ഏതാണ്? അത് പെട്ടെന്നുണ്ടാകുന്ന കോപമാണ്. ഈ മനുഷ്യൻ, ഈ വന്ന് 3 പ്രാവശ്യം ഉപദേശം തേടിയ മനുഷ്യൻ പിൽക്കാലത്ത് പറഞ്ഞത് എന്തെന്നറിയോ? നബി തങ്ങൾ 3 പ്രാവശ്യവും അങ്ങനത്തെ ഒരു ഉപദേശം തന്നപ്പോ ഞാൻ ചിന്തിച്ചു, ഏത് പ്രശ്നങ്ങളുടെ തുടക്കവും കോപം തന്നെയാണ് അല്ലേ? വീട്ടില് ഭാര്യയായിട്ടുള്ള പിണക്കം എന്താണ്? ഒന്ന് ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ്.
പള്ളിയിൽ കമ്മിറ്റിന്ന് പുറത്താക്കപ്പെട്ട എന്താ? ഇവിടുത്തെ കമ്മിറ്റി എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ആരാന്ന്. പ്രസിഡന്റിന് ദ്വാരക്കണമെന്ന് പറഞ്ഞു മിക്കുള്ളവരും. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗശിവ കൊടുക്കട്ടെ, അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. പള്ളി കമ്മിറ്റി നിന്നെ പുറത്താക്കാൻ കാരണം എന്താ? കമ്മിറ്റി നടന്നപ്പോ നീ ദേഷ്യപ്പെട്ട് കോപിച്ചു, നിന്നെ എല്ലാവരും ചെവി തൂക്കിയെടുത്ത് പുറത്താക്കി. ഏത് വിഷയത്തിന്റെയും കാരണം എന്താണ്? കൊലപാതകങ്ങൾ നടക്കുന്നതിന്റെ കാരണം എന്താണ്? ഏതെങ്കിലും വിവരം കെട്ടവൻ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ മറുപടി പറയരുത്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം മറുപടി പറയണം? ഇന്നലെ മെനിങ്ങാന ജുമുഅ പ്രസംഗം, വെള്ളിയാഴ്ച സെൻട്രൽ ജുമുഅ മസ്ജിദില് ലൈവായിട്ട് ജുമുഅ പ്രസംഗം കൊടുക്കുന്നുണ്ട്. അത് മലയാളത്തിലാണ്, ഖുതുബയല്ല, അതിനു മുമ്പുള്ള പ്രസംഗം. ആ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സഹോദരങ്ങളെ ലൈവിൽ വന്നിട്ട് ആളുകൾ പറയുന്നത്? വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ശക്തമായ ആഗ്രഹമാണ്, അവരുടെ വല്ലാത്ത ഒരു അഭിലാഷമാണ്. നിത്യവും അവര് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് ജുമാ പ്രസംഗം ലൈവ് വിടണമെന്ന് പലരും റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് അതിന്റെ പേജിലൂടെ, സ്പീച്ച് സ്പെഷ്യൽ പേജിലൂടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ ജുമാ പ്രസംഗം കൃത്യമായി കേൾക്കുന്നുണ്ട്. കാരണം പ്രവാസികൾക്കൊക്കെ ജുമാ നമ്മളെക്കാളും ഒക്കെ 2.5 മണിക്കൂർ പിന്നിലോട്ടാണല്ലോ സമയം, അല്ലെങ്കിൽ 1.5 മണിക്കൂർ പിന്നിലോട്ടാണ്. അപ്പോ നമ്മുടെ ജുമാ കഴിഞ്ഞ അസറൊക്കെ ആകുമ്പോഴാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജുമായുടെ ടൈം ആവുന്നത്. അപ്പൊ വെള്ളിയാഴ്ച ഓഫ് ഡേ. അപ്പൊ അന്ന് അവരിരുന്ന് ജുമാ പ്രസംഗം കേൾക്കും. അവിടെ ജുമാ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പ്രസംഗം ഇല്ല, ഖുതുബ അറബിയിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന വിശ്വാസികൾക്ക് ഒരു ചെറിയ ഉപദേശം കൊടുക്കാൻ പറ്റുന്നൊരു അവസരം, അവര് ദിക്ർ സ്വലാത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അതിനുശേഷം ജുമാ തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് ഒരു പ്രസംഗമുണ്ട്. അപ്പൊ അങ്ങനെ അത് അങ്ങോട്ടൊക്കെ മിക്ക ഭാഗങ്ങൾ, ഇങ്ങോട്ടൊന്നതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു പ്രസംഗം നടക്കുമ്പോ ഇങ്ങനെ ആവശ്യമില്ല, ഇത് പൊതുസമൂഹം കേൾക്കുന്നതാണ് എന്ന ഒരു ബോധം ഒന്നും ആർക്കും ഇല്ല. 25 മിനിറ്റ് കണ്ടുകൊണ്ടിരുന്ന ഒരു കാക്ക, ഇവിടെ കാക്ക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പ്രായമുള്ളവരെയാ. 25 മിനിറ്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോ 25ാമത്തെ മിനിറ്റിൽ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. എന്താണെന്നറിയോ? ഇയാള് കമന്റ് ഇട്ടിരിക്കുന്നത്, ഞാന് പിന്നെ ഗൾഫ് യാത്ര എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ ഇതുപോലെ ജുമയ്ക്ക് കൂടി ഞാൻ പെട്ടുപോയി എന്നാണ്. എയർപോർട്ടിൽ പോകുമ്പോഴല്ല, പിന്നെ തിരിച്ചു വരുമ്പോഴാ. എയർപോർട്ടിൽ പോകുമ്പോഴാണ് ഫ്ലൈറ്റ് നഷ്ടപ്പെടുക, തിരിച്ചു വരുമ്പോഴും ഫ്ലൈറ്റ് നഷ്ടപ്പെടൂലല്ലോ. എന്നിട്ട് ഈ കാക്ക 25 മിനിറ്റ് വാള് കേട്ടിരിക്കുകയാണ്. 25ാമത്തെ മിനിറ്റിലാണ് കമന്റ് പാസ്സാക്കുന്നത്. അപ്പൊ വാള് കേൾക്കുകയും വേണം, എന്നാൽ ഉള്ളിലുള്ളത് ഛർദ്ദിച്ച് വെക്കുകയും വേണം. ഇങ്ങനെയാണ് സഹോദരങ്ങളെ. അതിന് പ്രതികരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പറഞ്ഞാലോ അത് പിന്നീട് ഇങ്ങനെ കിടന്നു പുകഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്തവരുടെ സംസാരം അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളുക, അത്ര തന്നെ. അപ്പൊ നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്നും ഉണ്ടാവൂല. നമുക്കെന്താ വീട്ടിലെ കുടുംബത്തിലുള്ള ദേഷ്യം എന്താണ്? നമുക്കെന്താ കുടുംബത്തിലുള്ള പ്രശ്നം എന്താണ്? കുടുംബ കലഹങ്ങൾ എന്താ പ്രശ്നം? ഭാര്യ ഭർത്താവ് പറയുന്നത് ക്ഷമിക്കാൻ മനസ്സില്ല, ഭർത്താവിന് ഭാര്യ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ക്ഷമ നമുക്ക് വേണ്ടേ? അതെപ്പോഴും വേണം സഹോദരങ്ങളെ. ക്ഷമിക്കാൻ, ദേഷ്യം വരുമ്പോ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അള്ളാഹു മുസ്ലിമിന്റെ, മൂമിനിന്റെ, സ്വർഗാവകാശിയുടെ ഒരു പാസ് മാർക്കായി അള്ളാഹു വെച്ചിരിക്കുന്നതാണ് ഈ അടയാളം. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദേഷ്യം ആർക്കും ഇല്ലല്ലോ. ദേഷ്യം മാറ്റണം, അത് നമുക്ക് നല്ലതാ. കാരണം നെല്ലിക്ക കക്കും പിന്നെ മധുരിക്കുന്നതാ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചിലപ്പോ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അവര് ക്ഷമിച്ച് പോകും. നമ്മൾ കരുതുന്നത് എന്താണെന്നറിയോ? മണ്ടൻ, ഒന്ന് വിരട്ടിയ ഞാൻ ഓടിയനെ. പക്ഷെ അവൻ എന്റെ വിരട്ട് കേട്ട് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും മണ്ടനായത് കൊണ്ടല്ല. ചിലരോ ക്ഷമിക്കും, നീ ധരിക്കും മൂടനാ, വില്ലിന്റെ പിറകോട്ടുള്ള മാറ്റം എന്തിനാ? വില്ലെടുത്ത് വെച്ചിട്ട്, അമ്പെടുത്ത് വെച്ചിട്ട് ഇങ്ങനെയല്ലേ പിടിക്കുന്നത്. ചിലരിപ്പോ ഫേസ്ബുക്കിലേക്ക് കാണുന്നില്ലേ, സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്, തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ. അമ്പിന്റെ അഗ്രഭാഗം സ്വന്തം നെഞ്ചത്തോട്ടാ. അപ്പൊ അടിയിൽ ഒരാൾ വേറൊരു കമന്റ് എഴുതിയിരിക്കുന്നു, അതൊന്നും ആരെ എതിർക്കേണ്ട, വിട്ടേക്കട്ടെ, ഇന്ത്യ രക്ഷപ്പെടുമെന്ന്. പോട്ടെ, അത് നമ്മുടെ ചർച്ചയല്ല. അപ്പൊ ഏതാണെങ്കിലും തിരിച്ച് അങ്ങോട്ട് പിടിച്ചിട്ടാണ് അമ്പ് ചെയ്യുന്നത്, അല്ലേ? അമ്പ് അങ്ങോട്ടും അതിന്റെ അഗ്രഭാഗം അങ്ങോട്ടാണ്. അപ്പൊ വില്ല് ഇങ്ങനെ കൊലച്ച് പിടിക്കുന്ന എന്തിനാണ്? അത് ഒരിക്കലും ഈ വില്ല് പുറകോട്ട് ഇങ്ങനെ മാറുന്നത് അതിന്റെ ഏറ്റവും ശക്തമായ നിലയിൽ ഇവിടെ നിന്ന് എഴുതി വിടാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ ഒരാൾ ക്ഷമിച്ചു പോകുന്നതും മണ്ടത്തരമാണെന്ന് കരുതി പോകരുത്, ഒരിക്കലും കരുതരുത്. ശക്തമായ തിരിച്ചടി ഒരുപക്ഷെ സാധ്യതയുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ആരോടും കയർക്കരുത്. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു, 10-15 പേര് വന്നു. ഇപ്പൊ കാസർഗോഡും കണ്ണൂരും ഒക്കെയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലിമീനൽ ഗൊയില്, കാസർഗോഡ് ജില്ലക്കാർക്ക് കാലിമീനൽ ഗൊയില്, കണ്ണൂർ ജില്ലക്കാർക്ക് കാലിമീനൽ ഗൊയില്. അത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മുഖമുദ്രയാക്കി എടുക്കണം. ദേഷ്യമടക്കണം. എന്തിനു ദേഷ്യപ്പെടണം? ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശക്തനാരാ? 10 എണ്ണത്തിനെ വെച്ച് കിടത്തിയ നമ്മൾ പറയുന്നത് എന്താണ്? ഓ, ഇവന്റെ ഒരു തന്റെ ഇടം, എന്തൊരു ചങ്കൂറ്റം, അവന്റെ ചങ്ക് ഇരട്ടയല്ല ത്രിപിളാണെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ വെച്ച് കിടത്തുമ്പോ നമ്മളിങ്ങനെ അവന്റെ ആരോഗ്യവും അവന്റെ തന്റെ ഇടത്തെ പറ്റി ഇങ്ങനെ പ്രസംഗിക്കാറുണ്ടല്ലോ. എന്നാ സഹോദരങ്ങളെ കേട്ടോളിൻ, ഏറ്റവും വലിയ ശക്തിമാൻ ആരെന്നറിയോ? 10 പേരെ അടിച്ചു കിടത്തുന്നവനല്ല, വാഗ്വാദത്തിലും വാക്പയത്തിലും കയ്യാങ്കളിയിലും അവനെ പരാജയപ്പെടുത്തുന്നവനല്ല, മറിച്ച് ആരാണ്? ആദരവായ റസൂലുള്ളാഹി പറയുകയാണ്, ലൈസ ശദീദു ബിസ്സുർആ, ലൈസ ശദീദു ബിസ്സുർആ. പെട്ടെന്ന് ഒരാളെ പരാജയപ്പെടുത്തുന്നവനല്ല ശക്തിമാൻ എന്ന് പറയുന്നത്. ആരാണ് ശക്തിമാനെന്നറിയോ? ആരാണ് ശക്തനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീ യുംലികു നഫ്സഹു ഇൻദൽ ഗളബി. ആരാ ശക്തിമാൻ? എടാ, ഒരുത്തനോട് ദേഷ്യം വന്നപ്പോ അവനെ പിടിച്ചു നിർത്താൻ അവന് കഴിവുണ്ടെങ്കിൽ അവൻ ആരാ? ശക്തനാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ദേഷ്യം വന്നു, ഇപ്പൊ ഞാൻ എന്റെ ആൽബലവും പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ രണ്ട് തന്നെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുകൊണ്ട് പോകും. അത് വലിയ മിടുക്കായിട്ട് ആരും കൂട്ടണ്ട. മറിച്ച് ശക്തിമാൻ അല്ലെങ്കിൽ ശക്തൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ദേഷ്യം വന്നപ്പോ എന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിഞ്ഞു, അതാണ് ശക്തി, അല്ലേ? എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാനാണ് ശക്തൻ. അള്ളാഹു മനസ്സിലാക്കാതെ തൗഫീഖ് തരട്ടെ. അതിനൊരു വഴി കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് 3ാമത്തെ വഴിയിലേക്ക് ഇറങ്ങാൻ. ഏതാ വഴി? ദേഷ്യമടക്കാൻ നമുക്കൊരു ചെറിയ വഴി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. ഏതാണ്? അള്ളാഹു ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ഇന്ന് പോലെ ചെയ്തോളി. വീട്ടില് ഭാര്യമാരോട്, പെണ്ണുങ്ങളുണ്ടോ? വളരെ സ്ത്രീകളുണ്ടോ? എവിടെയാ? എന്റെ പുറകെ. ശരിക്കുണ്ടോ? അപ്പൊ സ്ത്രീകള് എന്തെന്നറിയോ പറയാൻ കാരണം, ഈ ഭർത്താക്കന്മാരൊക്കെ വളരെ വിഷമിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഇപ്പോഴും, അല്ലേ? ഇടയ്ക്കൊരു കുടുംബ പ്രശ്നം ഉണ്ടായി, ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വാഗ്വാദം. അവസാനം മഹല്ലുകൾ ഇടപെട്ട് കോംപ്രമൈസിന് വേണ്ടി വിളിച്ചു. പുതിയാപ്പളയോട് കാര്യങ്ങൾ ചോദിച്ചു, ഈ പെണ്ണിനോടും കാര്യങ്ങൾ ചോദിച്ചു. അവസാനം രണ്ടുപേരും ഒരുമിച്ച് പോകാമെന്നായി. ശ്രദ്ധിക്കണേ. അപ്പോ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കമ്മിറ്റിക്കാർ, പള്ളിക്കാരാ ചോദിക്കുന്നത്. അപ്പൊ അവള് പറഞ്ഞു, വേറെ ഒന്നും പറയാനില്ല, ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു. ഭർത്താവിനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പാവം പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. എന്താ? ഇനി എന്നെ അവൾ അടിക്കാൻ പാടില്ല, അവൾ ഇനി എന്നെ തല്ലരുത്. അപ്പൊ അങ്ങനത്തെ ഭർത്താക്കന്മാരും ഉണ്ട്, സങ്കടപ്പെട്ട് കഴിയുന്നവര്. അവര് പുറത്തൊന്നും പറയില്ല, കാരണം മൂക്കിന് താഴെയുള്ള മീശയുടെ ആ രോമത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് പുറത്തൊന്നും പറയില്ല, സ്വയം അങ്ങ് സഹിക്കുകയാണ്. അപ്പൊ എന്റെ സഹോദരിമാരോട്, ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ദേഷ്യം വരുന്നെങ്കിൽ ദേഷ്യം മാറാൻ ഒരു വഴി നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് മുസ്ലിമിന് മാത്രം അല്ലാഹു തആല കൊടുത്തൊരു പ്രത്യേകതയല്ലേ? മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുത്തൊരു പ്രത്യേകതയല്ലേ? അതുകൊണ്ടല്ലേ ന്യൂസിലാൻഡിൽ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന ഭീകരവാദിയോട്, തീവ്രവാദിയോട് ആദ്യമായിട്ട് 65 വയസ്സുകാരൻ പള്ളിക്കകത്ത് വെച്ച് വിളിച്ചത് മിസ്റ്റർ ബ്രദർ, സഹോദര എന്നാണ്. എന്താ കാര്യം? ദേഷ്യമില്ല, നല്ല ജനങ്ങളോട് നല്ല ഇടപെടലാണ്. അള്ളാഹു നമുക്കത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു വഴി നബി തങ്ങൾ പഠിപ്പിച്ചു. ഏതാ? ദേഷ്യം മാറാനുള്ള ഒരു വഴി. ഇന്നു മുതൽ ചെയ്തോളി. അള്ളാന്റെ റസൂല് പറയുകയാണ്, ആർക്കെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അൽഗളബു മിനശ് ശൈത്താൻ, ദേഷ്യമെന്ന് പറയുന്ന ശൈത്താനിൽ നിന്ന് വരുന്നതാണ്. ശൈത്താനെ പടച്ചതോ തീയിൽ നിന്നാണ്. തീയെ തണുപ്പിക്കാൻ കഴിയുന്നത് പച്ചവെള്ളത്തിനാണ്. അതുകൊണ്ട് ദേഷ്യം വരുന്നവനെ അബിരിദോ ബിൽ വുളൂ, പെട്ടെന്ന് വുളുവെടുക്കണേ. നബി മുഹമ്മദ് മുസ്തഫ
ആർക്ക് ദേഷ്യം വന്നാലും പെട്ടെന്ന് ഒളുവെടുത്തോ. കാരണം ഒളുവിനെ അള്ളാഹു തന്നിരിക്കുന്ന വെള്ളം കൊണ്ട് ചെയ്യാനാ. ആ വെള്ളം കൊണ്ട് തീയെയാണ് കെടുത്താൻ കഴിയുന്നത്. ആ തീയിനാൽ പടയ്ക്കപ്പെട്ടത് പിശാചിനെയാണ്. പിശാചിൽ നിന്ന് വരുന്നതാണ് കോപമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദേഷ്യമടക്കാൻ റസൂലുള്ള നമ്മളോട് പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ ഒളുവ് ചെയ്യണേന്നാ. സഹോദരങ്ങളെ, ശാസ്ത്രീയമായി തന്നെ അതിനെ വിശദീകരിക്കാൻ കഴിയ കാരണം എന്തെന്നറിയോ? ദേഷ്യം വരുമ്പോ ശരീരം ഹീറ്റ് ആവുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? നീ എന്താവാനാ? ദേഷ്യപ്പെട്ട് നമ്മൾ എന്താകാനാ പറയുന്നത്? ഇംഗ്ലീഷ് ഒരു വേർഡ് പറഞ്ഞിട്ട് നമ്മൾ എന്താകാനാ പറയുന്നത്? എന്താ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. നീ കൂളെന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? നീ തണുക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇത് ഹദീസ് അല്ലല്ലോ ഈ കൂൾ ഡൗൺ ആവാൻ പറയണത്. ഇത് ഹദീസ് അല്ലല്ലോ. നീ കൂളാവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ശരീരമൊക്കെ അങ്ങോട്ട് ചൂടായി. അത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. എത്രയോ വർഷം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി തങ്ങൾ പറഞ്ഞു, ഇത് ശൈത്താനിൽ നിന്ന് വരുന്നതാണ്. ശൈത്താനെ പടച്ചത് തീയിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം വരുമ്പോ പെട്ടെന്ന് ഒളിവെടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. വഴി മനസ്സിലായല്ല, നമുക്ക് ആദ്യ രാത്രി ഇങ്ങനെ പറയണം. അതുകൊണ്ട് കേട്ടോളി, മൂന്നാമത്തെ വഴി. ഏത് വഴി? ഏത് വഴി? സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും ചെന്ന് ചേരാനുള്ള മൂന്നാമത്തെ വഴി. 5 വഴിയാണ് ഖുർആൻ പറഞ്ഞത്. ഒരു 2 ആയത്തിൽ, അടുത്തടുത്ത ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു മൂന്നാമതായി ചെയ്യാനുള്ളത്. 11:30. ഇൻഷാ അല്ലാഹ്. വൽആഫീന അനിന്നാസ്. മൂന്നാമത്തെ കാര്യമാണ് അല്ലാഹ് പറഞ്ഞത്. വൽആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കലാണ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കലാണ്. സഹോദരങ്ങളെ, വലിയ വിശാലമായി പറയേണ്ട വിഷയമാണ്. പറയാൻ നമുക്ക് സമയമില്ല. അതിന്റെ വിശാലമായ വാചാലമായ വാക്കുകളെ കൊണ്ട് സമർത്ഥിക്കാനുള്ള സമയം ഹ്രസ്വമാണ്. ആലോചിക്കണേ, ജനങ്ങളോട് കരുണ കാണിക്കണം, മാപ്പ് കൊടുക്കണമെന്നാണ് ഈ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പറയുന്നിടത്തൊരു കഥ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? ആരാണ് സൈനുൽ ആബിദീൻ തങ്ങളെന്നറിയോ? മഹാനായ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, കരളിന്റെ കഷണമായ മദീനയുടെ തോഴനായ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജാവ്, ജേതാവ്, നേതാവ്, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ജീവന്റെ തുടിപ്പാണ്, കരളിന്റെ കഷണമാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ്. സഹോദരങ്ങളെ, മുത്ത് ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമക്കളായ ഹസൻ ഹുസൈനിന്റെ മകനാണ്. 2 പേരിൽ ഒരാളുടെ മകനാണ് സൈനുൽ ആബിദീൻ തങ്ങള്. ഫാത്തിമ ബീവിയുടെ പൗത്രനാണ്. ഈ സൈനുൽ ആബിദീൻ തങ്ങൾക്കൊരു വേലക്കാരി ഉണ്ടായിരുന്നു. ആ വേലക്കാരിയുടെ കയ്യിലെ ചെമ്പിനാൽ നിർമ്മിതമായ ഒരു കൂജയുണ്ടത്രേ. ആ കൂജയിൽ നിന്ന് വെള്ളമൊഴിച്ച് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ ഒളുവെടുത്തുകൊണ്ട് നിൽക്കുകയാ. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഒളുവെടുത്തുകൊണ്ട് നിൽക്കുമ്പോ ചെമ്പ് പാപ്പപ്പിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന മാത്രയിൽ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ആ ചെമ്പ് പാത്രം വെള്ളത്തോടെ തലയിൽ വീണു. സൈനുൽ ആബിദീൻ തങ്ങളുടെ തലയിൽ. അറിയാലോ, കയ്യിരിക്കുന്ന ആ ഡിസ്പോസബിളിന്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചായ തലയിൽ വീണാൽ തന്നെ അല്പമെങ്കിലും വേദനിക്കും. അപ്പൊ ചെമ്പ് ഞാൻ നിർമ്മിക്കപ്പെട്ട കൂജയിലെ കിണ്ടിയിലിരിക്കുന്ന ഒളുവെടുക്കുന്ന വെള്ളം എത്ര വലിപ്പം ഉണ്ടാവും? അത് തലയിൽ വീണാ പറയണോ? നന്നായിട്ട് വേദനിച്ചു. സൈനുൽ ആബിദീൻ തങ്ങൾ രൂക്ഷമായി പെണ്ണിനെ ഒന്ന് നോക്കി. ആ സമയത്ത് നമ്മളെ പെണ്ണുങ്ങളെ പോലെയൊന്നുമല്ല, ഖുർആൻ അറിയുന്ന പെണ്ണായിരുന്നു. അങ്ങനത്തെ പെണ്ണായി കീഴൂരത്തെ പെണ്ണ് മാറണം. അങ്ങനത്തെ പെണ്ണായി കാസർഗോഡുകാരി മാറണം. അങ്ങനത്തെ പെണ്ണായി കേരളക്കാരി മാറണം. അങ്ങനത്തെ പെണ്ണായി ഈ ദുനിയാവിലെ പെണ്ണുങ്ങൾ മാറണം. ആ പെണ്ണെന്താ സൈനുൽ ആബിദീൻ തങ്ങളോട് പറഞ്ഞതെന്നറിയോ? അറിയാം, വല്ലാതെ വേദനിച്ചിട്ടുണ്ടെന്നറിയാം. സൈനുൽ ആബിദീൻ തങ്ങൾ എന്തെങ്കിലും ദേഷ്യപ്പെടുന്നതിന് മുമ്പ് സൈനുൽ ആബിദീൻ തങ്ങളോട് ആ വേലക്കാരി പെണ്ണ് പറഞ്ഞത്, വൽകാളിമീനൽ ഗൈള, ദേഷ്യപ്പെടല്ല തങ്ങളെ. അല്ലാഹു സ്വർഗം വെച്ചിരിക്കുന്നത് ആർക്കാണ്? ദേഷ്യമില്ലാത്തവർക്കാണ്. നീ എന്താ
അല്ലാഹു അക്ബർ. അദ്ദേഹം പറഞ്ഞു കലംതു ഖൈലി, എന്റെ ദേഷ്യമൊക്കെ പോയി പെണ്ണേ എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിലോ തലയെ കൂടെ വെള്ളോട് തൊഴിച്ചിട്ട് ഖുർആൻ ഓന്നാടി എന്ന് വെച്ചുകൊണ്ട് കാല് ചവിട്ടി ഓടിക്കും നമ്മൾ. നമുക്ക് ദേഷ്യം മൂക്കിന്റെ തുമ്പിലാണ്. ദേഷ്യം നമ്മൾ പറയുന്ന ഇവിടെ പറയില്ലേ, ദേഷ്യം മൂക്കിന്റെ തുമ്പിൽ ഇല്ല. പറയുമെങ്കിൽ പറയും. എന്താ പറയാൻ കാരണം? ഹദീസാണ്. ദേഷ്യം മൂക്കിന്റെ തുമ്പിലാന്ന് പറയാൻ കാരണം എന്താ? ശൈത്താൻ പറഞ്ഞു, ഞാൻ 3 സ്ഥലത്ത് ഹാളിറാവും. ഒന്ന്, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ അവിടെ യുദ്ധം ചെയ്യുന്നവനടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്തിനാടാ വെട്ടിച്ചാവുന്നത്, നിന്റെ ഭാര്യയും മക്കളും സുഖമായിട്ട് പോയി ജീവിക്കുന്നു പറയുമ്പോൾ വാളും കളഞ്ഞ് പരിചയം കളഞ്ഞിട്ട് കയറി ഓടും. അത് സബുൽ മോബിക്കാത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സബുൽ മോബിക്കാത്ത് മീൻ 7 വൻ പാപങ്ങൾ. പലിശ, വ്യഭിചാരം, കള്ളുകുടി എന്നതുപോലത്തെ ഒരു പാപമാണ് യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് പിന്തിരിഞ്ഞോടുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ട് മാറുന്ന കാര്യമല്ല ഈ പറയുന്നത്. അതല്ല ഈ പറയുന്നത്. യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് തിരിഞ്ഞോടുന്നതാണ്. രണ്ടാമത് ഒരാണും ഒരു പെണ്ണും കൂടെ ഒറ്റക്കിരുന്നാൽ മൂന്നാമതായി അവിടെ ഞാൻ ഹാജറാവും. ശൈത്താൻ പറയാൻ. മൂന്നാമതായിട്ട് പറഞ്ഞു, ദേഷ്യപ്പെടുന്നവന്റെ മൂക്കിന്റെ അഗ്രഭാഗത്ത് ഞാൻ ഉണ്ടാവും. ദേഷ്യപ്പെടുന്നവന്റെ മൂക്കിന്റെ അതാണ് നമ്മൾ പറഞ്ഞ അവന് ദേഷ്യം മൂക്കിന്റെ തുമ്പത്താന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ എന്താ പറയുക, ദേഷ്യം ഉണ്ടെങ്കിൽ എവിടെ തൊറാന്ന, ദേഷ്യം ഉണ്ടെങ്കിൽ മൂക്കി തൊട്ടുനോക്കട എന്ന് പറയില്ലേ. എന്തുകൊണ്ടാണ്? ദേഷ്യം മൂക്കിന്റെ തുമ്പത്താണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്റെ സഹോദരങ്ങളെ, ആ പെണ്ണ് പറഞ്ഞു, ദേഷ്യമടക്കുന്നവനാണ് സ്വർഗമുള്ളതെന്ന് പറഞ്ഞപ്പോൾ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? കലംതു ഖൈലി, ഞാൻ എന്റെ ദേഷ്യം അടക്കിയിരിക്കുകയാണ്. ആ പെണ്ണിനറിയാം ഇപ്പൊ ദേഷ്യം മാറിയാലും പിന്നീട് എന്തെങ്കിലും ഒന്നുകൂടെ സംഭവിച്ചാൽ ഇത് രണ്ടും കൂടെ കലാ വീട്ടിൽ തന്നോട് പെരുമാറിയാലോ പേടിച്ചിട്ട് ആ പെണ്ണ് പറഞ്ഞു, തങ്ങളെ സ്വർഗം ദേഷ്യമടക്കുന്നവന് മാത്രമല്ല ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർക്കും അല്ലാഹു സ്വർഗം കൊടുക്കുകയാണ്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അഫൗതുവങ്കി ഇല്ല, ഇനി ഇതിനെപ്പറ്റി ഒരു ചോദ്യവും ഇല്ല, ഞാൻ വിട്ടു. അതാണ് ഖുർആൻ പഠിച്ചവര്. നമ്മൾ പഠിച്ചല്ലോ ദേഷ്യമടക്കുന്നവന് സ്വർഗം ഉണ്ടെന്ന്. നാളെ നേരം വെളുത്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഇച്ചിരി പ്രസംഗം കൊണ്ട് നീണ്ടു നോക്കട്ടെ, അപ്പൊ അറിയാം ദേഷ്യം അടക്കിയോ വിഴുങ്ങിയോ എന്ന്. അപ്പോഴറിയാം. നമുക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും ഇത്തിരി രുചി വ്യത്യാസം വന്ന് നോക്കട്ടെ, പെണ്ണുമ്പുള്ള കുനിച്ചീർത്തിയല്ലേ ഇടിക്കുന്നത്. എന്തിനാണ്? പെണ്ണുങ്ങളോടൊരു കാര്യം പറയാം. ഒരുപാട് ഭൂരിപക്ഷം പെണ്ണുങ്ങളെ, ന്യൂനപക്ഷമല്ലേ ആണുങ്ങള്. ഭൂരിപക്ഷം മര്യാദ നമുക്ക് പാലിക്കാം. പെണ്ണുങ്ങളോട്, സ്ത്രീകളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഭർത്താക്കന്മാർക്ക് കറി പോരാ, രുചി പോരാ എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി, നിങ്ങൾക്ക് ഇതുവരെ വിശന്നിട്ടില്ല. വിശപ്പ് വന്ന നമ്മള് രുചിയും അതുപോലെ തന്നെ പുളിയൊക്കെ നോക്കിക്കോ. നമ്മൾ എന്തെങ്കിലും വാരത്തുനിന്ന് വിശപ്പടക്കാനല്ലേ നോക്കൂ. അപ്പൊ രുചി പോരാ, എരിവ് പോരാ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? വിശക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ കട്ടില് പോരാ, മെത്ത പോരാ, ഉറക്കം പോരാ, തലയണ പോരാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉറക്കം വരാത്തതുകൊണ്ടാണ്. ഇവിടെ നിന്ന് ബസ് കയറി കാസർഗോഡ് ടൗണിൽ പോകുന്ന ഒരാള് പ്രൈവറ്റ് ബസ്സിനകത്ത് കയറി. ആ ബസ്സിലൊന്നും കയറിയപ്പോ ഉറക്കമൊന്നും വരില്ല. പ്രത്യേകിച്ച് ചില ബസ്സുകൾ നമ്മളൊക്കെ വയത് കഴിഞ്ഞ് പോകുമ്പോ അവലംബിച്ചുകൊണ്ടിരുന്ന ചില ബസ്സുകളൊക്കെ ഇപ്പോഴാണ് അതൊക്കെ ഒരു ഗുണ്ടായുസത്തിന്റെ സങ്കേതമാണെന്ന് മനസ്സിലായത്. അള്ളാഹു ഉയരും കൊണ്ട് രക്ഷപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. ഇനിയോ പിറ്റെന്ന് പോയാലും കുഴപ്പമില്ല. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ റിട്ടേൺ പോകുന്നത് ബസ് ഈ പറയപ്പെടുന്ന ബസ്സാണ്. ആ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. രാത്രി നമുക്ക് വേണ്ടി തന്നിട്ടുള്ള സീറ്റിൽ നിങ്ങൾക്കറിയോ, ഒരു എക്സിക്യൂട്ടീവുള്ള ഒരു വണ്ടി ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുമോ നിങ്ങൾക്ക്? മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ അതിനകത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ബസ് കയറുന്ന ഒരാള് അയാൾക്ക് ഉറക്കം വന്നാൽ നിന്നങ്ങ് ഉറങ്ങും. അല്ലാതെ കണ്ടക്ടറോടോ ഡ്രൈവറോടോ ചെന്നിട്ടൊരു തലയണ തരുമോ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, ഒരു പില്ലോ തരുമോ എന്ന് ആരും ചോദിക്കൂല. അയാൾക്ക് ഉറക്കം വന്നാൽ നിന്ന് അടുത്ത് നിൽക്കുന്നവരെ തോളിൽ കൂടെ കിടന്നങ്ങ് ഉറങ്ങാൻ. കാരണം അവന് ഉറക്കം വന്നു. നമ്മളെ വീട്ടിൽ ചെന്നിട്ട് അതുപോരാ ഇതുപോരാ എന്ന് പറയുന്നത് ഉറക്കം വരാത്തോണ്ടാണ്. അപ്പൊ സഹോദരിമാരോട് ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാര്, ഭാര്യമാര് പറയണം, നിങ്ങൾക്ക് വിശക്കുമ്പം വരി. അപ്പൊ നിങ്ങൾ പിന്നെ രുചിയും ഉപ്പൊന്നും നോക്കൂല, നിങ്ങൾ തിന്നോളും. സൗകര്യം പോരാന്ന് പറഞ്ഞ പെണ്ണിനോട് പറയണം, നിനക്ക് ജീവിക്കാൻ അറിയില്ല,
നീ ജീവിക്കാൻ പഠിക്കുക, അപ്പോൾ ഇൻഷാ അല്ലാഹ് നിനക്ക് പൊരുത്തപ്പെടാൻ കഴിയും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയലാണ്, ജനങ്ങളോട് കരുണ കാണിക്കലാണ്, ജനങ്ങളോട് മാപ്പ് കൊടുക്കലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി അതാണ്. പറയാൻ നമുക്ക് ധാരാളമുണ്ട്, പക്ഷേ സമയക്കുറവാണ്. എന്നാലും നാലാമതായി അല്ല പറഞ്ഞത് എന്തെന്നറിയോ? നാലാമതായിട്ട് അല്ല പറയുകയാണ് സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും ധൃതിയാകാനുള്ള നാലാമത്തെ വഴിയെ പറ്റി അല്ല പറയുകയാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ അവ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ധൃതിയാകാനുള്ള നാലാമത്തെ വഴി പറയുകയാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ, ആരെങ്കിലും ഒരു ഫാഹിശത്ത് ചെയ്തു പോയാൽ എന്ന് പറഞ്ഞാൽ ഒരു തിന്മ ഒരാൾ ചെയ്തു പോയാൽ, അവളലമോ അൻഫുസഹും, അവർ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയാൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു പോയാൽ, പടച്ചവനെ പെട്ടെന്ന് ഓർമ്മ വരികയും അല്ലാഹുവിനോട് പടച്ചവനെ പുറത്തു തരണേ അല്ലാ, എനിക്ക് പൊറുക്കാൻ നീ മാത്രമേ ഉള്ളൂ അല്ലാ, എന്റെ പാപങ്ങളെ പുറത്തു തരണം തമ്പുരാനെ എന്ന് പടച്ചവനോട് ചോദിച്ചുകൊണ്ട് അവന്റെ പാപബോധനത്തെ തേടലാണ്. സഹോദരങ്ങളെ, നാലാമത്തെ കാര്യമാണ് അല്ല പറഞ്ഞത്. തെറ്റ് ചെയ്യാത്തവനല്ല അല്ല സ്വർഗം കൊടുക്കുന്നത്, തെറ്റ് ചെയ്തവന് തന്നെയാണ്. പക്ഷേ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് പടച്ചവനോട് പൊറുക്കലിനെ തേടലാണ്. കഴിയുമോ സഹോദരങ്ങളെ, കഴിയുമോ? ജീവിതത്തിൽ ഞാനും നിങ്ങളും ആരും പാപസുരക്ഷിതത്വം ഉള്ളവരല്ല. ഈ ആയത്ത് അവതീർണമാകാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ബനൂ ഇസ്രായേലികൾ അല്ലാഹു ആദരിച്ച വിഭാഗമല്ലേ, അല്ലാഹു അനുഗ്രഹിച്ച ജനതയല്ലേ എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ്? അവർക്ക് അല്ലാഹു ആകാശത്തിൽ നിന്നും മന്ന സൽവ എന്ന ഭക്ഷണം ഇറക്കി കൊടുത്തില്ലേ? അല്ലാഹു മേഘം തണലിട്ട് കൊടുത്തില്ലേ? അല്ലാഹു ചെങ്കടൽ പിളർത്തിയിട്ട് അവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയില്ലേ? പക്ഷെ അവർക്ക് അല്ലാഹു കൊടുത്തൊരു പരീക്ഷണം എന്താണ്? അവരിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ, ഒന്ന് ശ്രദ്ധിക്കണേ, ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ രാവിലെ വീടിന്റെ മുന്നിൽ ആ തെറ്റ് എഴുതപ്പെടുമായിരുന്നു. മനസ്സിലായോ? രാത്രി ആരും അറിയാതെ തെറ്റ് ചെയ്യും. പക്ഷെ എല്ലാ ആളുകൾക്കും കാണാം. എങ്ങനെ കാണാം? ആരും പിടിച്ചവിടെ കെട്ടിവെക്കുന്നതോ അല്ലെങ്കിൽ ആരും വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതൊന്നും അല്ല, മറിച്ച് വീടിന്റെ മുമ്പിൽ അല്ലാഹു തആല അത് രേഖപ്പെടുത്തുമായിരുന്നു. ഇന്നയാൾ ഇന്നലെ ഇന്ന തെറ്റ് ചെയ്തു. അങ്ങനെ എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെ വീട് പിന്നെ പെയിന്റ് അടിക്കേണ്ടി വരൂലേ? അല്ലാഹു തന്നൊരു ആദരവല്ലേ? സഹാബാക്കൾ ചെന്നിട്ട് കാര്യം ചോദിച്ചു, നബിയെ, ഇങ്ങനെ ആയിരുന്നല്ലോ ബനൂ ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ, ഞങ്ങൾക്കെങ്ങാനും അങ്ങനെ വരുമോ, സംഭവിക്കുമോ എന്ന അർത്ഥത്തിലാ ചോദിച്ചത്. നമ്മളാരും തെറ്റ് ചെയ്യുന്നവരല്ല, പക്ഷെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ നബി തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹ് പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ പൊറുക്കാൻ വേറെ ആരാ? അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയ ഉടനെ എന്ത് വേണം? പാപം പൊറുക്കലിനെ ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം ഒരു അൻസാരിയായ സഹാബി, വിശദീകരിക്കാൻ നമുക്ക് സമയക്കുറവുണ്ട്. ഒരു സഹാബി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹവുമായിട്ട് വലിയ ചങ്ങാതിയാണ്, ചങ്ങാത്തമാണ്. അപ്പോ ഈ അൻസാരിയായ സഹോദരന്റെ കൂട്ടുകാരൻ സഖഫി ഗോത്രക്കാരനായ മനുഷ്യൻ, അയാൾ യുദ്ധത്തിന് പോവുകയാണ്. നമ്മളൊക്കെ ഒന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരൻ കുറച്ച് മാംസം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പെണ്ണിന്റെ കയ്യിൽ അറിയാതെ ഒന്ന് തൊട്ടു. ആ ഒറ്റ കാരണം അവൾക്കും വിഷമമായി, കൊടുത്ത സഹാബിക്കും വിഷമമായി. എങ്ങനാ വിഷമിച്ചത്? ആ സഹാബി അവിടെ നിന്ന് തലയിൽ മണ്ണ് വാരിയിട്ട് കരഞ്ഞുകൊണ്ടിറങ്ങി ഓടുകയാ.
നിസ്സാരമാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. പക്ഷേ സഹോദരങ്ങളെ, ജീവിതത്തിലെ സൂക്ഷ്മതയെ അള്ളാഹുവിന്റെ സഹാബത്ത് മുഖമുദ്രയാക്കിയവരാ. അതുകൊണ്ട് തന്നെ അവർക്കത് സഹിക്കാൻ പറ്റില്ല. കരഞ്ഞുകൊണ്ട് എവിടെയാ പോയതെന്നറിയോ? ഒരു വലിയ കൊടുമുടിയുടെ മുകളിൽ കയറിയിരുന്ന് സഹോദരങ്ങളെ, നട്ടുച്ച നേരത്തെ ശരീരം വിയർത്തൊലിക്കുന്ന അവസ്ഥയിൽ തലയിൽ മണ്ണ് വാരിയിട്ട് പൊട്ടിക്കരയാ തുടങ്ങി. അല്ലാ, ഞാനെന്ത് തെറ്റാ ചെയ്തത് പടച്ചോനെ, ഞാനെന്ത് തെറ്റാ ചെയ്തത്? ചുരുക്കി പറയട്ടെ, സഹാബി യുദ്ധം കഴിഞ്ഞ് വരികയാണ്. സഹോദരാ, വീട്ടുവാതിൽക്കൽ വന്ന് ക്ഷണിക്കേണ്ട, യാത്രക്കാരെ സ്വീകരിക്കുന്ന ഭാഗത്ത് വന്ന് ക്ഷണിക്കേണ്ട കൂട്ടുകാരനെ കാണാനില്ല. യാത്രയാക്കിയ സ്ഥലത്ത് തന്റെ കൂട്ടുകാരനെ കാണാനില്ലാതെ വന്നപ്പോ സങ്കടമായി. നേരെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ, എന്റെ കൂട്ടുകാരൻ എവിടെ? അവൾക്ക് ദേഷ്യം ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ അവളൊരു ദുആ ചെയ്തു. ആ ദുആയിലെല്ലാം ഉൾക്കൊണ്ടതാണ്. അവൾ എന്താണ് ദുആ ചെയ്തത്? ലാ കസറകല്ലാഹു ഫിൽ ഇഖ്വാൻ, അല്ലാഹു നിങ്ങൾക്ക് ഇതുപോലത്തെ കൂട്ടുകാരെ തരാതിരിക്കട്ടെ. ഭർത്താവിന് കാര്യം ഏകദേശം പിടികിട്ടി. സംഭവം ചോദിച്ചറിഞ്ഞ് നേരെ പോയി എവിടെയാ കൂട്ടുകാരനുള്ളതെന്ന്. അവസാനം മാമലകളുടെ മുകളിൽ, പർവ്വതത്തിന്റെ മുകളിൽ ആ മനുഷ്യന് പശ്ചാത്താപ വിവക്ഷനായി, പശ്ചാത്താപ ബോധത്തോടെ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വെയിലത്ത് ശരീരം ഇങ്ങനെ വിയർത്തൊലിക്കുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. സഹോദരങ്ങളെ, ആ സഹോദരൻ ഓടിച്ചെന്ന് സഖഫി ഗോത്രക്കാരനായ കൂട്ടുകാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബാ, എഴുന്നേൽക്ക്, സങ്കടപ്പെടല്ലേ, നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് പോകാം. പക്ഷെ അവര് നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാ. അവിടെ ചെന്നപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്താണ്? എന്റെ പൊന്ന് സഹോദരാ, ചെയ്തത് അക്രമമാണ്. രണാങ്കണത്തിൽ പടവെട്ടാൻ പോയവന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചെന്നോ, സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെയൊക്കെ ജീവിതം എത്ര മാതൃകയാണ്. അവര് പറഞ്ഞു, സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ കൺമുമ്പിൽ നിന്ന് പോയി തരുവോ എന്ന് ചോദിച്ചു. അബൂബക്കർ തങ്ങളുടെ മുമ്പിൽ നിന്ന് കൈ പിടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരനെയും കൊണ്ട് വരികയാ. അയാള് നേരെ വന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ വാള് വലിച്ചൂരികിട്ട് പറഞ്ഞു, ദ്രോഹി, നീ എന്താടാ ചെയ്തത്? നിന്റെ ഒരു കൂട്ടുകാരനെന്ന് മാത്രമല്ല, രണാങ്കണത്തിൽ അടരാടാൻ പോയ സഹാബിയുടെ ഭാര്യയുടെ കയ്യിൽ കടന്നു പിടിച്ചെന്നോ, എന്താ നിന്നോട് ഞാൻ പെരുമാറേണ്ടത്? എന്റെ മുമ്പിൽ നിന്നും മാറുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തപ്പോൾ, കാരുണ്യത്തിന്റെ കടലല്ലേ, ലോകത്തിന്റെ നായകനല്ലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ആ കൂട്ടുകാരന്റെ കൈ പിടിച്ചു പോവുകയാ. അവിടെ ചെന്നപ്പോ റസൂലുള്ളാഹി അവരോട് പറഞ്ഞതെന്തെന്നറിയോ? നബി തങ്ങളെ കണ്ടപ്പോഴേ ഈ സഹാബി വിളിച്ചു പറഞ്ഞത്, ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു നബിയേ, നശിച്ചു നബിയേ, ഞാൻ നശിച്ചു നബിയേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കടന്നു പോകുമ്പോ ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുത്തത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാതെ പിന്നെ ആരാ നമുക്ക് പൊറുക്കാനുള്ളത്? അതുകൊണ്ട് വിശ്വാസിയെ സ്വർഗത്തിൽ കയറാൻ, സ്വർഗത്തിലേക്ക് ധൃതിയാകാനുള്ള നാലാമത്തെ വഴി, മനുഷ്യ സഹജമായി എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ സെക്കൻഡിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. പാപം ഏതെങ്കിലും ചെയ്തു പോയാൽ അതിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു വഴി കൂടി നബി തങ്ങൾ പഠിപ്പിച്ചത്. എന്താണെന്നറിയോ? ഏതെങ്കിലും തെറ്റുകൾ ചെയ്തു പോയവരുണ്ടെങ്കിൽ ഉണ്ടാവും, നമ്മളൊക്കെ പാപികളാണ്. ആ തെറ്റ് പൊറുക്കപ്പെടാൻ ഒരു ചെറിയ വഴി പറയട്ടെ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണെന്നറിയോ? ഫയഖൂമ, രാത്രി ഒന്ന് എഴുന്നേൽക്കണം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്ന് എഴുന്നേൽക്കണം. ഫയതതഹറ, എന്നിട്ട് അവൻ ശുദ്ധീകരണം വരുത്തണം, അവൻ ഒളു എടുക്കണം. സുമ്മ യുസല്ലി റക്അതൈനി, 2 റക്അത്ത് നിസ്കരിക്കണം. സുമ്മ യസ്തഗ്ഫിറുല്ലാഹ ഇല്ലാ ഗഫറല്ലാഹു ലഹു, എന്നിട്ട് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് അബൂ ദാവൂദ് ഇമാം തന്റെ സ്വഹീഹ് അബൂ ദാവൂദിൽ രേഖപ്പെടുത്തിയതായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഞാൻ അതുകൊണ്ടാണ് ഈ 4 കാര്യം പറഞ്ഞു. ഇനി ഒന്നുകൂടെ ഞാൻ പറയാണ്. വലം 5-മത്തെ കാര്യം കൂടെ പറയാം. അത് വിശദീകരണങ്ങൾ ഇല്ലാതെ പറഞ്ഞാൽ മനസ്സിലാവും. 5-മത്തേത് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ഈ തെറ്റിൽ ഉറച്ചു നിൽക്കരുത്. അറിഞ്ഞുകൊണ്ട് തെറ്റില് ഉറച്ചു നിൽക്കരുത്. കള്ളുകൂടി ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് നീ അതിൽ ഉറച്ചു നിൽക്കരുത്. പലിശ ഹറാമാണെന്നറിയോ, ഇനിയും അതിൽ ഉറച്ചു നിൽക്കരുത്. ഇതാണ് 5-മത്തേത്. ഈ 5 കാര്യം എന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ?